ഗായത്രി ഉപാസന എന്ന് പറയുന്നത് ഉപനയന പര്യന്തം ഉപദേശിക്കുന്ന ഒരു മന്ത്രമാണ്. ഗായത്രി ബ്രഹ്മാവിൽ നിന്ന് വേദങ്ങൾ ഉത്ഭവിച്ചപ്പോൾ തന്നെ വേദസാരമായിരുന്ന ഗായത്രി പ്രപഞ്ചത്തിൽ അന്തർലീനമാണ്. ഓൾറെഡി ഗായത്രി അവിടെ ഉണ്ട്. ഈ സാധാരണപ്പെട്ട ഒരാൾ ഈ പറയുന്ന ഗായത്രി മന്ത്രം ജപിക്കുമ്പോൾ ഇവർ ഈ ഋഷി ഛന്ദസ് ദേവതയൊന്നും ചെയ്യാതെയാണല്ലോ ചെയ്യുന്നത്. അത് ഈ പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഇതിന് മന്ത്രദീക്ഷ ആവശ്യമുണ്ടോ എന്ന്. അപ്പം പ്രഹരശേഷിയും അത്ര ക്രിയാശേഷിയുള്ള മന്ത്രമാണ് ഗായത്രി. ഒരാൾ ഇല്ലാണ്ടാവാനും ഒരാളെ ഉയർത്തിക്കൊണ്ടുവരാനും രണ്ടിനും ശേഷിയുള്ള മന്ത്രമാണ് ഗായത്രി. ഗായത്രി ഉപാസിക്കാതെ വന്നതുകൊണ്ടാണ് പല കുടുംബങ്ങൾക്കും ദാരിദ്ര്യം ഉണ്ടായത്. ഗായത്രി ഉപാസന. രാജേഷ് നമസ്തേ. കേരളത്തിലുള്ള എല്ലാ പേർക്കും അറിയാവുന്ന മന്ത്രമാണ് ഗായത്രി മന്ത്രം. ഇപ്പം ഒരാൾക്ക് പോലും അറിയില്ല എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ വളരെ ഒരു സംശയമായിരിക്കും. എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഏത് മതത്തിലുള്ളവർക്ക് പോലും ഗായത്രി മന്ത്രം അറിയാമായിരിക്കും. പക്ഷേ അവരുടെ റെസ്ട്രിക്ഷൻസും അവരുടെ ഇൻട്രസ്റ്റും കൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ ജപിക്കുന്നതും ജപിക്കാതിരിക്കുന്നതും. ഒരു കൊച്ചുകുട്ടിക്ക് പോലും ഗായത്രി മന്ത്രം അറിയാം. ഈ ഗായത്രി മന്ത്രം ഉപാസിക്കുന്ന സമയത്ത് ഒരു ഗുരുവോ അല്ലെങ്കിൽ ഉപാസന മൂർത്തിയോ ഒന്നുമില്ലാതെ തന്നെയാണ് എല്ലാവരും ഗായത്രി മന്ത്രം ജപിച്ചടങ്ങുന്നത്. അമ്മയൊക്കെ ജപിച്ചടങ്ങുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിന് പ്രത്യേക സമയമില്ല എന്നും പറയുന്നുണ്ട്. ഒന്ന് പൂർണ്ണമായി അതിനെക്കുറിച്ചൊന്ന് വിവരിച്ച് പറഞ്ഞു കൊടുക്കാമോ? ഗായത്രി ഉപാസന എന്ന് പറയുന്നത് ഉപനയന പര്യന്തം ഉപദേശിക്കുന്ന ഒരു മന്ത്രമാണ്. ഉപനയനം നമ്മുടെ ഷോഡശ സംസ്കാര ക്രിയകളിലെ ഉപനയനം എന്ന് പറയുന്ന ക്രിയ കഴിയുമ്പോഴാണ് ഗായത്രി സാധാരണ ഉപദേശിക്കാറ്. ഷോഡശ ക്രിയകൾ 3 വർണ്ണങ്ങൾക്കാണ് പണ്ട് ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. അതായത് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ വരെയാണ് പണ്ട് ആപ്ലിക്കബിൾ ആയിരുന്നുള്ളൂ. മറ്റുള്ളവർക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം അവരുടെ ജോലി ഇതുമായിട്ട് വ്യത്യാസമുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ പ്രാചീനമായ സ്മൃതിയുടെ കാലഘട്ടത്തിലുള്ള തരംതിരിവ് വന്നത്. അതുകൊണ്ട് തന്നെ 3 വർണ്ണങ്ങൾക്ക് താഴെ ഗായത്രി ഉപദേശിക്കരുതെന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. ഏത് വർഷം 10,000-5000 വർഷം മുമ്പുള്ള സാമൂഹിക കാര്യമായി പറയുന്നത്. അതിന് ഇന്ന് അവിടെ പോയി നമ്മൾ ചീത്ത പറയേണ്ട കാര്യമില്ല. കാലഘട്ടം മാറിയിരിക്കുന്നു. മനു അല്ല ഇന്ന് ഭരിക്കുന്നത്, ഇന്ന് നരേന്ദ്രമോദിയാണ് ഭരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് കാലഘട്ടം എപ്പോഴേ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അന്നത്തെ അത് അങ്ങനെയാണ്, അതിൻ്റെ പ്രമാണം ഇതാണ് എന്ന് പറഞ്ഞ് ഇപ്പം നടക്കുന്നവൻ പൊട്ടനാണ് ശരിക്കും. കാരണം അത് അങ്ങനെയല്ല. ഇപ്പോൾ ഗായത്രിയുടെ ഉപജ്ഞാതാവായിട്ട് പറയുന്ന വിശ്വാമിത്ര ഋഷി ഒരു ബ്രാഹ്മണ കുലത്തിൽപ്പെട്ട ആളോ ഒന്നും ആയിരുന്നില്ല. രാജർഷിയാണ്, ക്ഷത്രിയനായിരുന്നു, രാജാവായിരുന്നു. അതിൽ നിന്നാണ് അദ്ദേഹം ബ്രഹ്മത്വത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഗായത്രിയെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഗായത്രി അതിനു മുമ്പ് എവിടെയായിരുന്നു? ഗായത്രി ബ്രഹ്മാവിൽ നിന്ന് വേദങ്ങൾ ഉത്ഭവിച്ചപ്പോൾ തന്നെ വേദസാരമായിരുന്ന ഗായത്രി പ്രപഞ്ചത്തിൽ അന്തർലീനമാണ്. ഓൾറെഡി ഗായത്രി അവിടെ ഉണ്ട്. ഋഷി ആകെ കണ്ടെത്തിയത് ഗായത്രിയുടെ അക്ഷരങ്ങളെ മാത്രമാണ്. ഈ ഗായത്രി മന്ത്രം, ഗായത്രി എന്ന് പറയുന്നതിന് 3 ഭാഗമുണ്ട്. ഒന്ന് അതിൻ്റെ മന്ത്രം, 2 ഗായത്രി ഒരു ദേവതയാണ്, 3ാമത്തത് ഗായത്രി എന്ന് പറയുന്നത് ഛന്ദസ്സാണ്. ഗായത്രി ഛന്ദസ്സിൽ എഴുതിയ അനവധി മന്ത്രങ്ങൾ വേറെ ഉണ്ട്. പിന്നെ അക്ഷരങ്ങളുടെ എണ്ണത്തിന് വേരിയേഷൻ വരുന്നതനുസരിച്ച് നിജൃത് ഗായത്രി മുതലായ ഗായത്രിയുടെ പിരിവുകളുമുണ്ട്. ഈ സാമാന്യനെയുള്ള നമ്മൾ ഈ പറയപ്പെടുന്ന സവിതാ ഗായത്രി അല്ലെങ്കിൽ സൂര്യഗായത്രി എന്ന് പറയുന്ന മന്ത്രം നമുക്ക് ഈ ഉച്ചാരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ വരേണ്യം എന്നും വരേണിയം എന്നും ഉച്ചരിക്കുമ്പോൾ ഗായത്രിയുടെ ഛന്ദസ് ഒരക്ഷരം മാറുകയും അതുകൊണ്ട് ഛന്ദസ്സിന് മാറ്റം വരികയും ചെയ്യാറുണ്ട്. 2 സമ്പ്രദായവും ശരിയുമാണ്. വിശ്വാമിത്രനാണ് ഇതിൻ്റെ ഋഷി. ഛന്ദസ് ദൈവീ ഗായത്രിയാണ്. ഇതിലെ ദേവത എന്ന് പറയുന്നത് സവിതാവാണ്. ഈ സാധാരണപ്പെട്ട ഒരാൾ ഈ പറയുന്ന ഗായത്രി മന്ത്രം ജപിക്കുമ്പോൾ ഇവർ ഈ ഋഷി ഛന്ദസ് ദേവതയൊന്നും ചെയ്യാതെയാണല്ലോ ചെയ്യുന്നത്. അത് ഈ പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഇതിന് മന്ത്രദീക്ഷ ആവശ്യമുണ്ടോയെന്ന്. അപ്പം ഞാൻ മന്ത്രദീക്ഷ ആവശ്യമില്ല, ഉപദേശം വേണമെന്ന് പറയുമ്പം ഇത് ആകെ കൺഫ്യൂഷനായി ആർക്കും. മന്ത്രദീക്ഷ എന്താണ്, ഉപദേശം എന്താണെന്നുള്ളൊരു വ്യത്യാസമുണ്ട്. ശരി. മന്ത്രദീക്ഷിതനാവുക എന്ന് പറഞ്ഞാൽ ഒരു പരമ്പരയിൽ നിന്ന് ഒരു മന്ത്രത്തെ കൊടുത്ത് ആ മന്ത്രത്തിൻ്റെ പ്രൊസീഡിങ്സ് അനുസരിച്ച് അല്ലെങ്കിൽ ആ പരമ്പരയുടെ പ്രൊസീഡിങ്സ് അനുസരിച്ച് അദ്ദേഹത്തെ ആ പരമ്പരയുടെ കണ്ണിയാക്കി മാറ്റുന്നതാണ് മന്ത്രദീക്ഷ. അതേസമയത്ത് ഉപദേശം അതല്ല. ഉപദേശം ആ മന്ത്രം, ഒരു മന്ത്രത്തെ ഒരാൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ആ പറഞ്ഞു കൊടുക്കുന്നത് അതിൻ്റെ പിഴവുകൾ പരിഹരിച്ച് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. അവിടെ മന്ത്രദീക്ഷിതനാവണം നിർബന്ധമൊന്നുമില്ല. പഞ്ചാക്ഷരി, അഷ്ടാക്ഷരി, ഗായത്രി മുതലായ മന്ത്രങ്ങൾക്ക് ഉപദേശം മാത്രമേ വേണ്ടൂ. ഇതെങ്ങനെയാണ് ജപിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെയാണ് ജപിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുത്താൽ ജപിക്കാം. രാജേഷ്, ഈ പറയുന്ന ഗായത്രി മന്ത്രം ജപം സാധാരണപ്പെട്ട ഒരാൾക്ക് ഉപദേശിച്ചു കൊടുത്ത് അവർ ചെയ്യുന്ന സമയത്ത് ഇത് സിദ്ധി വരാൻ എത്ര ഉരുവാണ് ജപിക്കേണ്ടത്? ഗംഭീര ചോദ്യം. കാരണം ഗായത്രിയുടെ സിദ്ധി എന്ന് പറയുന്നത് ഒരു ജീവിതകാലയളവ് കൊണ്ടേ ഉണ്ടാവുള്ളൂ. 24 ലക്ഷം ജപം. 2,40,000 തവണ ആജ്യാഹൂതി. അതുകൂടാതെ 24,000 തർപ്പണം,
2400 മാർജനം 24 പേർക്ക് കാല് കഴിച്ചു വിട്ടണം. ഇത് കഴിഞ്ഞാൽ മാത്രമേ സിദ്ധി വരുള്ളൂ. സിദ്ധി വരുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ കേവല സിദ്ധി, ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഗായത്രിക്ക് സിദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ വേദമന്ത്രം ഫലിക്കുകയുള്ളൂ. ഓക്കെ, അത് ആദ്യം മനസ്സിലാക്കണം. ആൾക്കാർ വെറുതെ ഇരുന്ന് അലക്കുന്നുണ്ട് ഈ ഭാഗ്യസൂക്തവും ഒക്കെ, ലോട്ടറി അടിക്കുന്നു പറഞ്ഞു, ഒന്നും ഉണ്ടാവില്ല. അതിന് കാരണം ഗായത്രി ആദ്യമേ പുരസ്കരണം ചെയ്താൽ മാത്രമേ വേദം ഫലിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഗായത്രി തന്നെ ആദ്യം ഉപനയനം കഴിയുമ്പോൾ ഉപദേശിക്കുന്നത്. ശരിയാ. കാരണം പിന്നീടുള്ള മന്ത്രങ്ങൾ ഓരോന്നും നമുക്ക് ജപിച്ചൊക്കെ വരണമെങ്കിൽ ഗായത്രി ഇല്ലാതെ പറ്റില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യും? 24,000 സംഖ്യ ജപം ആദ്യത്തെ ഘട്ടം, അതൊരു മിനിമം ബെഞ്ച് മാർക്കായിട്ട് വയ്ക്കും. ഓക്കെ. എന്നിട്ട് വേദം പിന്നെ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ആ കൂടെ തന്നെ എന്ത് ചെയ്യണം? സഹസ്രാവർത്തിയായിട്ട് ഗായത്രി കഴിച്ചുകൊണ്ടിരിക്കണം. സഹസ്രാവർത്തി മീൻസ് 1000 തവണ റിപ്പീറ്റ് ചെയ്യുന്നതിനാണ് സഹസ്രാവർത്തി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഋഷി ഛന്ദസ്സും തൊട്ട് കൃത്യമായി ഒരു ദിവസം 2 നേരം കുറഞ്ഞത്, 3 നേരമാണ്, 2 നേരം കുറഞ്ഞത് 1000 വീതം ഗായത്രി ജപിച്ചുകൊണ്ടിരുന്നാൽ ഗായത്രിയിൽ കാലാനുസൃതമായിട്ട് കുറേ കഴിയുമ്പോൾ സിദ്ധി ഉണ്ടായി വരും. ഗായത്രി ബ്രഹ്മാസ്ത്രം കൂടിയാണെന്ന് ആലോചിക്കണം. അതെ, ഗായത്രിയുടെ വിപരീതമായ പ്രയോഗമാണ് ബ്രഹ്മാസ്ത്രം. അപ്പോൾ അത്ര പ്രഹരശേഷിയും അത്ര ക്രിയാശേഷിയുള്ള മന്ത്രമാണ് ഗായത്രി എന്ന് പറയുന്നത്. ഒരാൾ ഇല്ലാണ്ടാവാനും ഒരാളെ ഉയർത്തിക്കൊണ്ടുവരാനും രണ്ടിനും ശേഷിയുള്ള മന്ത്രമാണ് ഗായത്രി. അപ്പം ഗായത്രിയുടെ പ്രയോഗവിധികളൊക്കെ ഒരുപാടുണ്ട്. ഗായത്രി മന്ത്രങ്ങളുടെ പ്രയോഗവിധിയൊക്കെ ഒരുപാട് എഴുതിയിട്ടുണ്ട്. ഗായത്രി എന്ന് പറയുന്ന തത്വത്തിലൊരു ദേവതയുണ്ട് അവിടെ. അതുകൂടാതെ സൂര്യനാരായണ സങ്കല്പത്തിലും ഗായത്രി ഇരിക്കാറുണ്ട്. നമ്മൾ ധേയസദാ സവിതൃമണ്ഡല മധ്യവർത്തി എന്ന് പറയുന്ന ഒരു ധ്യാനമുണ്ട്. അത് ഗായത്രിയുടെ ഒരു ധ്യാനമാണ്. അതല്ലാതെ ഗായത്രി എന്ന് പറഞ്ഞ ദേവതയ്ക്കൊരു ധ്യാനമുണ്ട്. ആയുധങ്ങളൊക്കെ പിടിച്ച് അരയന്നത്തിൻ്റെ മുകളിൽ സങ്കല്പത്തിലൊരു ധ്യാനമുണ്ട്. അതുകൊണ്ട് ഗായത്രി ജപിക്കാം. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഈ പറയുന്നത് കേൾക്കുന്ന താന്ത്രികരും വൈദികരും പൂജകരും എല്ലാവരും, അർച്ചകരും എല്ലാവരും ഉണ്ടല്ലോ, ഗായത്രി ഉപദേശം കിട്ടിയവരെല്ലാവരും ഉണ്ടല്ലോ. അവരെല്ലാം തന്നെയും ഈ ആര് ചോദിച്ചാലും ഗായത്രി കൊടുക്കണം എന്ന് തന്നെ എൻ്റെ അഭിപ്രായം. ഓക്കെ. മന്ത്രദീക്ഷ അല്ലല്ലോ, ഉപദേശമായിട്ട് പറഞ്ഞു കൊടുക്കും. ഗായത്രി ജപിക്കൂ, നിത്യജപം ചെയ്യൂ, ഗായത്രി കൊണ്ട് തർപ്പണം ചെയ്യൂ, കുറേ ബാധ്യതകളും കുറേ ദുരിതങ്ങളും ഒക്കെ കുറയട്ടെ. അഷ്ടാക്ഷരി പഞ്ചാക്ഷരി ഇതുപോലെ തന്നെ മന്ത്രദീക്ഷ ആവശ്യമില്ല, ഉപദേശം വേണം. എല്ലാ മന്ത്രങ്ങൾക്കും ഉപദേശം വേണം. അത് ഒരു മിനിമം ക്രൈറ്റീരിയ അല്ലേ ഞാൻ പറയണത്. ഈ മന്ത്രം ഉപയോഗിച്ച് ശീലമുള്ള, ജപിച്ച് ശീലമുള്ള ഒരാൾ ഈ മന്ത്രം എങ്ങനെ പ്രയോഗിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ എങ്ങനെ ജപിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുന്നതല്ലേ ഉപദേശം എന്ന് പറയുന്നത്. ദീക്ഷ എന്ന് പറഞ്ഞാൽ അതല്ല, എൻ്റെ പരമ്പരയിലേക്ക് ഞാൻ ചേർക്കണം. ശരി, റെസ്പോൺസിബിൾ അവിടെ. അതെ 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 അതെ. ഇപ്പോൾ മഹാക്ഷേത്രങ്ങളിൽ തന്ത്രി മേശാന്തിക്ക് കലശമാടിയിട്ടാണല്ലോ ഉപദേശം കൊടുത്താണ് കൊണ്ടുപോകുന്നത്. അത് മന്ത്രദീക്ഷയാണ്. അതെ, അദ്ദേഹത്തിൻ്റെ പരമ്പരയിലാണ് അവിടെ പൂജ കഴിക്കേണ്ടത്. അതിലുള്ള ഒരാൾ കഴിക്കണം. അപ്പോൾ അതിലുള്ള ഒരാൾ ഇല്ലാണ്ട് വരുമ്പോൾ എന്ത് ചെയ്യണം? പുറത്തുനിന്ന് ഒരാൾക്ക് അവരോധം ചെയ്തിട്ട് ആ പരമ്പരയിലേക്ക് കൊണ്ടുവന്നിട്ട് വേണം അവിടെ പൂജ കഴിപ്പിക്കാൻ. അത് ചിലയിടത്തെ നിയമമാണ്. അപ്പം അവനവൻ്റെ പരമ്പരയിലേക്ക് ആളെ കൊണ്ടുവരുന്നു എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ശരിയാണ്, ഗായത്രി ഉപദേശം കൊടുക്കും. പണ്ട് അഷ്ടാക്ഷരി മന്ത്രത്തിന് പണ്ട് ഒരാൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് ആർക്കും ഉപദേശിക്കരുതെന്ന് പറഞ്ഞു അത്രേ. ആർക്കും ഉപദേശിക്കും. അന്ന് തൊട്ട് അദ്ദേഹം ഉപദേശിച്ചു തുടങ്ങി. എല്ലാവർക്കും വിളിച്ചു നിർത്തി പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി അഷ്ടാക്ഷരി. അപ്പോൾ പറഞ്ഞു ഇത് ചെയ്താൽ താൻ നരകത്തിൽ പോകുന്നു പറഞ്ഞു. അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ ഒരാളല്ലേ പോകുള്ളൂ, ഇത്രയും പേര് സ്വർഗത്തിൽ പോകാൻ നിൽക്കില്ലേ, അപ്പോൾ അതുകൊണ്ട് ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് വേണ്ടി ഞാൻ ത്യാഗം സഹിച്ചോളാം എന്ന് തമാശയായിട്ട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പം ഈ ഗായത്രിയും പഞ്ചാക്ഷരിയും അഷ്ടാക്ഷരിയും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അല്ല, വലിയ വലിയ മന്ത്രങ്ങൾ ചോദിച്ചു വന്നു, ഇപ്പോൾ പഞ്ചദശി ചോദിച്ചു വന്നു, അല്ലെങ്കിൽ നവാക്ഷരി മന്ത്രം ചോദിച്ചു വന്നു, നമ്മൾ വേണ്ട വിധത്തിൽ പരീക്ഷിച്ച് 1 വർഷം 2 വർഷം ഒക്കെ നോക്കി, എന്നിട്ടും പരമാവധി അയാൾ വിട്ടു പോകുന്നില്ല, നമ്മളോട് തന്നെ ചേർന്ന് നിൽക്കുകയാണ്, കിട്ടിയേ പറ്റൂ എന്നുള്ള കണ്ടീഷനിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഉപദേശിക്കാറുള്ളൂ. അല്ലെങ്കിൽ നമുക്കറിയാം ഇന്ന സമയത്ത് ഇത് കൊടുക്കണം എന്ന് നമുക്ക് തോന്നുന്ന സമയത്തേ കൊടുക്കാറുള്ളൂ. പക്ഷേ അഷ്ടാക്ഷരി പഞ്ചാക്ഷരി ഗായത്രി എന്ന് പറയുന്നത് ആർക്കും പറഞ്ഞു കൊടുക്കാം. നാമം ജപിക്കാനൊക്കെ എല്ലാവരോടും പറയാം. ഒരു ഉപദേശം ആവശ്യമില്ല. നിങ്ങൾ രാമ 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 എന്നും നാരായണ 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 എന്നും കൃഷ്ണ 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 എന്നും എന്നൊക്കെ ഇങ്ങനെ ജപിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ അതല്ലാതെ ഈ ബീജാക്ഷരങ്ങൾ കൂടിയ മന്ത്രങ്ങൾ അല്ലെങ്കിൽ മന്ത്രബലമുള്ള സാധനങ്ങൾ കൊടുക്കുമ്പോൾ അതിന് മിനിമം പറഞ്ഞു കൊടുക്കണം. ഇന്ന രീതിയിലാണ് ഉച്ചരിക്കേണ്ടതെന്നും മിനിമം പറഞ്ഞു കൊടുത്തിട്ടാണ് പറഞ്ഞു കൊടുക്കുക ഉപദേശിക്കാനായിട്ട്. ഈ ഗായത്രി മന്ത്രം കേരളത്തിനകത്ത് ജപിക്കുന്ന രീതിയും കേരളത്തിന് പുറമേ ജപിക്കുന്ന രീതിയും പലതാണ്. അപ്പോൾ ഇടയ്ക്ക് ഈ രുദ്രഹോമം എന്നുള്ളൊരു സംഭവം എല്ലാ മാസവും വെള്ളിയാഴ്ച ബാംഗ്ലൂരുണ്ട്. അപ്പോൾ ഞാൻ കുറേ വർഷമായിട്ട് അതിൻ്റെ ഒരു ഭാഗമാണ് ആ ഒരു ടീമായിട്ട്. അപ്പോൾ ഒരു ഗായത്രി മന്ത്രം ജപിക്കുന്ന ഒരു അമ്മമാരുടെ ഒരു ടീം അവിടെ ഉണ്ടായിരുന്നു.
ഇവർ ദേവിയെ പൂർണ്ണമായും നിങ്ങൾ എങ്ങനെ സങ്കല്പിക്കണം, ഈ അരയന്നെ തുടങ്ങിയ ദേവി പൂർണ്ണമായും പറഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ ജപിക്കുന്ന രീതിയല്ല അവിടെ കേൾക്കുന്നത്. ഇവർ ഒന്നടങ്കം ഗായത്രി ജപിക്കുകയാണ്. അതായത് ഓംകാരം ആദ്യം തുടങ്ങിയതിന് ശേഷം ലാസ്റ്റ് എൻഡ് ചെയ്തിട്ട് വീണ്ടും ഓംകാരമില്ലാതെ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഓം ഭൂർഭുവസ്വയ്ക്ക് പകരം എൻഡ് ചെയ്തതിന് ശേഷം ഓം ഇല്ലാതെ അതിനെ കണ്ടിന്യൂഷൻസിൽ പോവുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഗായത്രിക്ക് അങ്ങനൊരു സംഭവമില്ല, കണ്ടിന്യൂ ആയിട്ട് ജപിക്കാം എന്ന് പറയുന്നു. അതായത് ഓം ഭൂർ ഭുവ സ്വഹ എന്ന് പറയുന്നത് വ്യാഹൃതിയാണ്, പ്രണവ വ്യാഹൃതികളാണ്. അതെ, അത് ഗായത്രിയുടെ ഭാഗമല്ല ശരിക്കും. തത്സവിതുർവരേണ്യം മുതലാണ് അതെ തുടങ്ങുന്നത്, മന്ത്രം തുടങ്ങുന്നത്. ഓക്കെ. പക്ഷേ ഈ സത്യലോകത്തു നിന്നാണ് ഗായത്രിയുടെ വാസം, അല്ലെങ്കിൽ സത്യലോകത്തേക്ക് ചെന്നിട്ടാണ് ഗായത്രി ജപിക്കേണ്ടത്. അപ്പോൾ ഇവിടുന്ന് ലോകങ്ങളെ മറികടന്ന് പോവാണ്. ഭൂലോകം, ഭൂർലോകം, മഹർലോകം, ജനലോകം, തപലോകം, സത്യലോകം, അങ്ങനെ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വ്യാഹൃതികളെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഗായത്രി ജപിക്കുമ്പോൾ നമ്മൾ 7 വലത്ത് വെച്ചിട്ട് സന്ധ്യാവന്തന സമയത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, 7 വലത്ത് വയ്ക്കും. അപ്പോൾ നമ്മൾ സത്യലോകത്തെത്തി, എന്നിട്ട് അവിടെ നിന്നിട്ട് നിലം തൊട്ട് നമ്മൾ ഗായത്രി ജപിച്ചു തുടങ്ങുക. തിരിച്ചു വരാൻ ചുറ്റണ്ട, ഷൂവും താഴേക്ക് ഇറങ്ങി മേളിലേക്ക് പോകുന്നു മാത്രമാണ്, അത്രേ ഉള്ളൂ. അപ്പം അതൊക്കെ സങ്കല്പങ്ങളാണ്. നമ്മൾ സത്യലോകത്ത് ചെന്നു, സത്യലോകത്തു നിന്ന് വേണം ഗായത്രി ജപിക്കാൻ എന്നൊക്കെ ഉള്ള സങ്കല്പത്തിന് പുറത്താണ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഈ വ്യാഹൃതികൾ ഉപയോഗിക്കുന്നത് ഈ സത്യലോകത്തേക്കുള്ള പ്രയാണത്തിന് ഈസിനെസ്സിന് വേണ്ടിയിട്ടാണ്. പിന്നെ ലോകങ്ങൾക്ക് ശാന്തി വരണം, ബാക്കിയുള്ള ലോകങ്ങൾക്കും കൂടി ശാന്തി വരണം എന്ന് കരുതിയിട്ടാണ് ഈ വ്യാഹൃതികളെ ഗായത്രിയായിട്ട് ക്ലബ് ചെയ്തിരിക്കുന്നത്. ഈ ഗണപതി ഹോമത്തിൽ പോലും ഉണ്ട്, ഈ വ്യാഹൃതികളാണ് ആദ്യം ഹോമിക്കുന്നത്. ഓം സ്വാഹ ഓം സ്വാഹ ഓം സ്വാഹ, ഭൂസ്വാഹ ഭൂസ്വാഹ ഭൂസ്വാഹ, ഇങ്ങനെയാണ് പോകുന്നത്. അത് നാളികേരപ്പൂള് എടുത്തിട്ടാണ് ഹോമിക്കുന്നത്. 12 നാളികേരപ്പൂളാണ് നമ്മൾ ആദ്യം ഹോമിക്കുന്നത്. അപ്പം ഈ നിത്യം ഗായത്രി ജപിച്ചാൽ എന്താണ് ഫലം? നിത്യം ഗായത്രി ജപിച്ചാൽ തടസ്സമില്ലാതെ കാര്യങ്ങൾ വരും. നമ്മൾ നനയ്ക്കുന്ന വിഷയങ്ങൾക്ക് തടസ്സം കൂടാതെ മുന്നോട്ട് പോകാനുള്ളൊരു ബലം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ഗായത്രി ജപിക്കുന്നതോട് കൂടിയിട്ട് അന്തരീക്ഷം, ആ ഗായത്രി ജപിക്കുന്ന സ്ഥലത്തുള്ള അന്തരീക്ഷത്തിന് ശുദ്ധി ഉണ്ടാവും. അതിനുള്ളിൽ ജീവിക്കുന്ന ആളുകൾക്ക് സന്തോഷകരവും സുഖകരവുമായിട്ടുള്ളൊരു ജീവിതം ഉണ്ടാവും. ഗായത്രി ഉപാസിക്കാതെ വന്നതുകൊണ്ടാണ് പല കുടുംബങ്ങൾക്കും ദാരിദ്ര്യം ഉണ്ടായത്. പല വൈദിക കുടുംബങ്ങളും ഒരു കാലത്ത് ദാരിദ്ര്യം അനുഭവിച്ച്, ഒന്നുകിൽ അവർ ചൂസ് ചെയ്താണ് ഞങ്ങൾക്ക് ഇങ്ങനെ മതി, ഇതേ ആഗ്രഹമുള്ളൂ എന്ന് കരുതി ദരിദ്രനായിട്ട് കഴിഞ്ഞാൽ മതി എന്ന് വെച്ചാണ്. അല്ലെങ്കിൽ അവർ ഉപാസിക്കാതെ പോയിട്ടാണ്, വേണ്ടും വിധത്തിൽ ഉപാസിക്കാതെ ഇരുന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ ഗായത്രി ജപിച്ചാൽ എല്ലാ മന്ത്രങ്ങൾക്കും ഈ പറഞ്ഞ അഷ്ടൈശ്വര്യങ്ങളെ കൊടുക്കാൻ ശേഷിയുള്ളതുപോലെ തന്നെ ഗായത്രിക്കും എല്ലാ കാര്യങ്ങളും കൊടുക്കാനുള്ള ശേഷി. ഇപ്പോൾ വിശ്വാമിത്രൻ്റെ കഥ തന്നെ എടുത്താൽ മതിയല്ലോ. വിശ്വാമിത്രൻ ആ മന്ത്ര ഋഷി ദൃഷ്ടാവായി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ ബ്രഹ്മർഷിയായിട്ട് പരക്കെ അംഗീകരിക്കുകയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹം ബ്രഹ്മർഷിയായി തീരാണ് പിന്നെ ചെയ്തത്. അപ്പം ഗായത്രി ലോകത്തിന് മുഴുവൻ സുഖം ഉണ്ടാവാൻ വേണ്ടിയാണ് ഗായത്രിയുടെ ജപം എന്ന് പറയുന്നത്. ലോകത്തിന് സുഖം ഉണ്ടാവുക, അവനവന് സുഖം ഉണ്ടാവുക, അല്ലേ? സമൂഹം ലോകം നന്നാവുമ്പോൾ നമ്മളും നന്നാവില്ല. നമ്മൾ ലോകം നന്നാവട്ടെ എന്ന് കരുതിയാണ് ഈ ഗായത്രിയുടെ ജപം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ തർപ്പണവും ജപവും വിധിയും ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യട്ടെ, ജപിക്കുക. നേരിട്ട് വന്നാൽ ഞാൻ പറഞ്ഞു കൊടുക്കാം, ഗായത്രിയൊക്കെ പറഞ്ഞു കൊടുക്കാം, എനിക്കൊരു വിഷമമില്ല ഗായത്രിയൊക്കെ പറയാം. പക്ഷെ എൻ്റെ അടുത്ത് വരുന്നവർ ചോദിക്കുന്നത് അഘോരമന്ത്രം, പ്രത്യങ്കിര, വാരാഹി, വജ്രപ്രസ്ഥാരണി, ശൂലിനി, വൃത്തശൂലിനി, എനിക്ക് വേണം ഈ ചുവന്ന കുറി തൊട്ട് ഇരിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. എന്നെ കണ്ടിട്ട് അവർക്ക് ഈ സാധാരണപ്പെട്ടതൊന്നും ചോദിക്കാൻ തോന്നുന്നില്ല. വന്ന് ചോദിക്കുന്നതെല്ലാം ഈ നവാക്ഷരി മന്ത്രം ഇതൊക്കെയാണ് ചോദിച്ചാണ് വരുന്നത്. നമുക്ക് ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. കൊടുക്കാം, അതുപോലെ ഇത്രയും കാലപ്പഴക്കം കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ഇയാള് യോഗ്യനാന്ന് തോന്നിയാൽ, നമ്മളിപ്പോൾ യോഗ്യനായിട്ടാണോ ഇതെല്ലാം കിട്ടിയതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എനിക്ക് തന്നത് വളരെ പരീക്ഷിച്ചിട്ട് തന്നെയാണ് ചുമ്മാതെന്നല്ല പറഞ്ഞത്. ഈ അഘോരമൊക്കെ ജപിക്കുന്ന എത്രയോ ആൾക്കാർ എന്നെ വിളിക്കാറുണ്ട്. അതായത് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല, ഭയങ്കര പ്രശ്നങ്ങൾ, അതായത് ഒരു ഉപദേശവും ഇല്ലാതെ യൂട്യൂബിൽ കണ്ടിട്ടും അവിടുന്ന് ഇവിടുന്നൊക്കെ കണ്ടിട്ടായിരിക്കും അഘോരം ജപിക്കുന്നത്. കിടന്നുറങ്ങാൻ പറ്റില്ല, ഭയങ്കര പ്രശ്നങ്ങളാണ്. രുദ്രനെ ജപിച്ചിട്ട് വീട്ടിൽ എപ്പോഴും ഡോറിൽ മുട്ടുന്ന സൗണ്ട് കേൾക്കുന്നു, പല പല പ്രശ്നങ്ങളാണ് അവർക്ക്. അതുണ്ടാവും. ഈ മന്ത്രങ്ങൾക്ക് എത്ര കണ്ട് മന്ത്രങ്ങൾക്ക് അതിന് പ്രഹരശേഷിയുണ്ടോ അതിന് കണ്ട് റിവേഴ്സ് എഫക്റ്റും ഉണ്ട്. എന്തിനും നമ്മുടെ ഒരു ആക്ഷൻ ഒരു റിയാക്ഷൻ ഉണ്ടാവും, ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ഉണ്ടാവും എന്ന് പറയുന്ന പോലെ ഘാതകങ്ങൾ, ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, ഘാതകങ്ങളായിട്ടുള്ള മന്ത്രങ്ങൾ വിവർജ്യങ്ങളാണ്, ജപിച്ചാൽ നാശമുണ്ടാം എന്നാണ്. ഘാതകങ്ങൾ, വിവർജ്യങ്ങൾ ജപിച്ചാൽ നാശമുണ്ടാം. കാരണം ഈ ഘാതയ മാരയ ഭേദയ ഉച്ചാടയ ഇങ്ങനെ സ്ഫോടയ ഇങ്ങനെ വരുന്ന മന്ത്രങ്ങൾക്ക് ഈ പ്രശ്നമുണ്ട്. നമ്മൾ ജപിച്ച് കഴിയുമ്പോൾ അതിൻ്റെ താപം കൂടി നമ്മൾ സഹിക്കണം. അതിനെന്ത് ചെയ്യണം? അഷ്ടാക്ഷരി മന്ത്രമോ പഞ്ചാക്ഷരിയോ ഗായത്രിയോ കൊണ്ട് നമ്മളെ തന്നെ എപ്പോഴും സമ്പുഷ്ടീകരിച്ചുകൊണ്ട് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കണം, പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കണം. എത്ര 1000 ഗായത്രി ജപിച്ചിട്ടുണ്ടെങ്കിൽ 10,000 അഷ്ടാക്ഷരി ജപിച്ചോണം. 1000 നരസിംഹം ജപിക്കുന്നുണ്ടെങ്കിൽ ഒരു 10,000 ഗായത്രിയെങ്കിലും ജപിച്ചോണം. അത് നമ്മൾ ജപിച്ച് കൊണ്ട് നടക്കേണ്ടതാണ്.
നമ്മൾ തന്നെ മനസ്സിലാക്കണം, ഈ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ശരീരത്തിലെ നാഡികളും ഞരമ്പുകളും ഒക്കെ തന്നെയാണ്. അതെ. അപ്പോൾ എവിടെയെങ്കിലും ഈ മന്ത്രാക്ഷരങ്ങൾക്ക് എവിടെയെങ്കിലും പിഴവുണ്ടാവുകയോ കൂടുതലായിട്ടൊരു മന്ത്രത്തെ ജപിക്കുകയോ ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ, താപമൊക്കെ ശരീരത്തിലുണ്ടാവും. അത് ചില അവയവങ്ങളെ, ആന്തരിക അവയവങ്ങളെയൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മന്ത്രത്തെ എപ്പോഴും നമ്മൾ രക്ഷിച്ച് കൊണ്ടുനടക്കാൻ പറയുന്നത്. ആ മന്ത്രം ജപിക്കുന്നുണ്ടെങ്കിൽ, ഈ ഘാതക മന്ത്രങ്ങൾ ജപിക്കുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന ബാക്കിയുള്ള മന്ത്രങ്ങളും കൂടി അതിൻ്റെ പകരമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. സന്തോഷം. അപ്പോൾ എല്ലാവർക്കും രാജേഷ് ജി പറഞ്ഞതുപോലെ ഈ പറയുന്ന ഉപദേശപ്രകാരം വിദ്യാവണ്ണം ഗായത്രി ജപിക്കാൻ ഭാഗ്യം ഉണ്ടാവട്ടെ. ഒരാളും ദരിദ്രൻ എന്നൊരു സംഭവത്തിലേക്ക് പോകാതെ എല്ലാവർക്കും നല്ലത് മാത്രം വരാൻ ഈ ഗായത്രി മന്ത്രം ജപിക്കാൻ ഭാഗ്യം ഉണ്ടാവട്ടെ. നന്ദി.